നമസ്കാരം. ഇറാന്റെ ആണവശേഖരം ഒളിപ്പിച്ച സാഗ്രോസ് പർവ്വത മേഖല ഉടൻ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നടാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പീകാക്സ് മൗണ്ടൻ മലനിരകളിലെ തുരങ്കങ്ങളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഇറാൻ മാറ്റിയതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉടൻ ആക്രമണമുണ്ടാകുമെന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. 2025 ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ ശരത്കാലത്താണ് ഇറാൻ ഈ നീക്കം നടത്തിയതെന്ന് US ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഘർഷത്തിനിടയിൽ ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ B-52 ബോംബറുകൾ വിന്യസിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആണവ സാങ്കേതിക വിദ്യ സംരക്ഷിക്കാൻ ഇറാൻ പുതിയ ഭൂഗർഭ താവളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഈ നീക്കങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. പീക്സാക്സ് മൗണ്ടന്റെ പ്രധാന കവാടത്തിന് തൊട്ടടുത്തു തന്നെ വലിയൊരു പ്രഹരം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആണവ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിച്ച അത്ര വിജയകരമല്ലെന്നാണ് അമേരിക്ക വിലയിരുത്തിയത്. അവിടെ നിലവിൽ മറ്റു പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരുടെ ആണവ പദ്ധതികളുടെ നിലവിലെ അവസ്ഥ അത്ര മെച്ചമല്ല. അധികം വൈകാതെ തന്നെ പീക്സാക്സ് ലക്ഷ്യമാക്കി ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകിയേക്കാം എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന് മേൽ വീണ്ടും സൈനിക സമ്മർദ്ദം ശക്തമാക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. അതേസമയം ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ മേഖലയിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് CNN ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പീക്സാക്സ് മൗണ്ടനിലെ സങ്കേതത്തിലേക്ക് വാഹനങ്ങളും ട്രക്കുകളും നിരന്തരമായി വന്നു പോകുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാനെന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2025 ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് മാറ്റം നടന്നതെന്ന് ഇസ്രായേലി ഇന്റലിജൻസ് വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ സംഘർഷത്തിൽ US ഇസ്രായേൽ സേനകൾ ഇറാന്റെ നിരവധി ആണവ നിലയങ്ങൾ ആക്രമിച്ചിരുന്നു. നടാൻസ് ഫോർദോ ആണവ നിലയങ്ങൾ തകർന്നിരുന്നു. പീക്സാക്സ് കേന്ദ്രം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച കൂടുതൽ ശക്തമായ വ്യോമാക്രമണ പരമ്പരയിലും ഈ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് വിവരം. 300 അടിയിലധികം താഴ്ചയിൽ ഉറപ്പുള്ള ഗ്രാനൈറ്റ് പാറകൾക്കടിയിലാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് കരുതപ്പെടുന്നു. അതേസമയം ബഹ്റൈനിൽ ആമസോൺ ഡേറ്റ ഹബ്ബ് ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഹോർമൂസിൽ UAE തീരത്തോട് ചേർന്ന് കപ്പൽ ആക്രമിക്കപ്പെട്ടു. സൗദിക്ക് മേൽ ഹൂത്തികളുടെ നാവിക ഉപരോധം ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ സംഘർഷസ്ഥിതി സങ്കീർണമാവുകയാണ്.